ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ എന്നതേ പോലെ ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഹാപ്പിനെസ്സിന്റെ റീസൺ എന്താണെന്ന് ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുവിധം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് കാര്യം എന്ന്. അപ്പം അറിയാത്ത ചിലരൊക്കെ വന്ന് പിന്നെയും ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പറഞ്ഞുതരാം, വേറൊന്നല്ല കേട്ടോ, നമുക്ക് യൂട്യൂബിൽ നിന്ന് ആദ്യത്തെ നമ്മുടെ പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട്. പറയുക നമ്മളിപ്പോൾ 1 വർഷം ആവാനായിട്ടുണ്ട്. അപ്പൊ ഈ 1 വർഷം ആവാനായ സമയത്താണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് ആദ്യത്തെ വരുമാനം കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു 4-5 മാസം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു 4-5 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചാനൽ മോണിറ്റൈസ് ആയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടില്ലേ, ഇപ്പോൾ ഈ ഡിസംബർ മാസം വരെയുള്ള ഏണിങ്സ് ആണ്, നവംബർ മാസം വരെയുള്ള ഏണിങ്സ് ആണ് നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് കയ്യിൽ കേട്ടോ. എന്താ പറയാ, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് അത്ര നിസ്സാരമായൊരു കാര്യമല്ല. ഭയങ്കര എഫേർട്ട് എടുക്കണം, നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക് ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാല്. അപ്പോൾ അങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടി നമ്മുടെ കയ്യിലോട്ട് 1 രൂപയെങ്കിലും നമ്മുടെ കയ്യിലോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു സന്തോഷം എന്താണെന്ന് ശരിക്കും എനിക്ക് ഫീൽ ആവുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റെ ലൈഫിലെ തന്നെ ആദ്യത്തെ വരുമാനമാണ് കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ കിട്ടിയത്. സോ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എന്താ പറയുക, എന്നെ പോലെ ചെറിയ യൂട്യൂബേഴ്സിനൊക്കെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് സന്തോഷമായിരിക്കും. അവർക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു പ്രചോദനമാവട്ടെ കേട്ടോ. ഞാനും പല പ്രാവശ്യം എന്താ പറയുക, ലൈവല്ല വീഡിയോയും ഷോർട്സും എല്ലാം നിർത്തി ചാനൽ എന്നെ പൂട്ടിക്കെട്ടാം എന്ന നിലയിൽ ഒരുപാട് പ്രാവശ്യം തീരുമാനിച്ചാണ്. പക്ഷെ എന്താണെന്നറിയില്ല, നമ്മുടെ ചില ഫ്രണ്ട്സൊക്കെ പറഞ്ഞു വേണ്ട, മുന്നോട്ട് പോവുക, ഇനി മുന്നോട്ട് പോകണം, സക്സസ് ആവും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മോട്ടിവേഷനും അവരെ സപ്പോർട്ടും കൊണ്ട്, നമ്മുടെ ചാനൽ മെമ്പേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ ചാനലായിട്ട് മുന്നോട്ട് പോകുന്നതും നമുക്ക് ഫസ്റ്റ് വരുമാനം കയ്യിലെത്തിയതും. എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ യൂട്യൂബ് വരുമാനം എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് റിവീൽ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. വലിയ യൂട്യൂബേഴ്സൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ അവർ വരുമാനം ഇത്രയാണ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ബോധം കെട്ടാലോ. പിന്നെ ഒരു ടാക്സിനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും അതുകൊണ്ടൊക്കെ ആയിരിക്കും തോന്നുന്നു ഒരു യൂട്യൂബ് വരുമാനം റിവീൽ ചെയ്യാൻ പാടില്ല, യൂട്യൂബിന് പോളിസി ആണെന്നൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ യൂട്യൂബിന് അങ്ങനെ ഒരു പോളിസി ഒന്നും ഇല്ല കേട്ടോ. വരുമാനം റിവീൽ ചെയ്ത കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കുറച്ച് ടെക് ചാനലും ഒക്കെ ഇങ്ങനെ യൂട്യൂബ് വരുമാനം റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാനും എൻ്റെ യൂട്യൂബ് വരുമാനം റിവീൽ ചെയ്യാം. എനിക്കും അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു കിതപ്പ് ഇങ്ങനെ ഇടയ്ക്കിടെ കയറി വരുന്നുണ്ട്. വേറെ നല്ല നമുക്ക് ജലദോഷ പനിയൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു 1-1.5 ആഴ്ച ഫുള്ള് കിടപ്പായിരുന്നു. അപ്പം അതിനൊരു ബുദ്ധിമുട്ട് ഇപ്പോഴും നമുക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്, കിതപ്പുണ്ട് കേട്ടോ. നമ്മൾ മൈക്ക് യൂസ് ചെയ്യുന്നില്ല, എത്രത്തോളം സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും, ക്ലിയർ ആവുന്നതെന്നും അറിയില്ല കേട്ടോ. എന്നാലും എൻ്റെ ഹാപ്പിനെസ് എന്തായാലും നിങ്ങളോട് ഷെയർ ചെയ്യാതിരുന്ന എനിക്കൊരു ഉറക്കം വരില്ല ഫ്രണ്ട്സ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം എന്ന് പറയുന്നത് ഒരു 4 മാസത്തെ വരുമാനമാണ് എനിക്ക് കിട്ടിയത്. അത് നമ്മൾ വീഡിയോസ് വഴി എന്നല്ല കേട്ടോ. വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എന്താ പറയുക, 0.01, 02, 04 അങ്ങനത്തെ റേഞ്ചിലൊക്കെയാണ് നമുക്ക് യൂട്യൂബിൽ നമ്മൾ വീഡിയോസും ഷോർട്സൊക്കെ ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത്. കാരണം നമുക്ക് വീഡിയോസ് ഒന്നും അങ്ങനെ റൺ ആവുന്നില്ല. അപ്പോൾ യൂട്യൂബ് അങ്ങനെ റെക്കമെൻഡ് ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ വീഡിയോസിനൊന്നും വലിയ റീച്ച് ഒന്നും കിട്ടുന്നില്ല. പക്ഷെ നമ്മുടെ കുറേ ഫാമിലി മെമ്പേഴ്സ് വന്നിട്ട് നമുക്ക് സൂപ്പർ ചാറ്റ്, മെമ്പർഷിപ്പ്, സൂപ്പർ സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഇന്ന് ഡോളർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. നമുക്ക് യൂട്യൂബിൽ നിന്ന് ഡോളർ കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിലോട്ട് എത്തണമെങ്കിൽ നമുക്ക് മിനിമം $100 കംപ്ലീറ്റ് ആവണമല്ലോ. അപ്പോൾ ഒരു 4 മാസം കൊണ്ടാണ് എനിക്ക് ഡോളർ കംപ്ലീറ്റ് ആയത്. അപ്പോൾ ആക്ച്വലായിട്ട് എനിക്ക് കിട്ടിയത് $127 ആണ് എനിക്ക് 4 മാസം കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റിയത്. അതിലൊരു 0.83 അത്രയും മറ്റേ നമുക്ക് യൂട്യൂബ് നമ്മുടെ ടാക്സ് എന്നും പറഞ്ഞ് പിടിച്ചിട്ടുണ്ട്. ആകെ കിട്ടിയത് അത്ര ഡോളറായിരുന്നു, ടാക്സ് പിടിച്ചു പോട്ടെ, കുഴപ്പമില്ല, $1 ടാക്സ് പിടിച്ചു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലോട്ട് കിട്ടിയത് 10,000 ഡോളറായിട്ട് നോക്കുമ്പോൾ $126 സംതിങ് കിട്ടിയത്. അത് നമ്മുടെ ഇന്ത്യൻ മണി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് 10,300 ചില്ലറ. ആ 2-3 ചില്ലറയ്ക്ക് ഓർമ്മയില്ല, 10,300 സംതിങ് ആണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയത്. ഇനിയിപ്പോൾ ഞാനത് റിവീൽ ചെയ്തുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയില്ല.
എന്നാലും നമ്മുടെ സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് സന്തോഷം. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയത് അത്ര എമൗണ്ട് ആണ്. ഒരു നാല് മാസം കൊണ്ടാണ്. കാരണം നമുക്കിത് മുന്നേ കിട്ടുമായിരുന്നു, പക്ഷെ നമ്മൾ ലൈവ് മോണിറ്റൈസ് ആയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ലൈവ് നിർത്തി. ഒരു 2 മാസത്തോളം ഞാൻ ലൈവ് നിർത്തിയപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ ഗ്രാഫ് എല്ലാം ഡൗൺ ആവാൻ തുടങ്ങി. വരുമാനമൊന്നും കിട്ടുന്നില്ല, ഡോളറൊന്നും കയറുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയപ്പോഴാണ് പിന്നെ ഞാൻ ലൈവ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ആ ലൈവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ട് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ടാണ് പിന്നെ പെട്ടെന്ന് എനിക്ക് ഡോളർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. ഇപ്പോഴും അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡോളർ ഇടാത്തവരും ഇല്ലാത്തവരും എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട്. കാരണം പൈസ ഇട്ടുകൊണ്ട് മാത്രം നമുക്ക് ചാനൽ മുന്നോട്ട് പോകില്ലല്ലോ. അല്ലാതെ കുറച്ച് പേരെയും നമ്മുടെ കൂടെ നിന്നില്ലേ നമുക്ക് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് പേരിനെ അങ്ങനെ സഹായിച്ചതിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മളെ പോലെയുള്ള ചെറിയ യൂട്യൂബേഴ്സിനൊക്കെ ഇതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. എന്താ പറയുക, സ്വന്തമായിട്ടൊരു 4 രൂപയോ 5 രൂപയോ കയ്യിലെടുക്കാൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ചിലർ കാര്യമല്ല കേട്ടോ. എൻ്റെ ലൈഫിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ വരുമാനമാണ്. എന്താ പറയുക, ഒരുപാട് സന്തോഷം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ പറയേണ്ടത് സത്യം പറഞ്ഞാൽ എനിക്കറിയാം. ഞാനൊരു പ്ലാൻ ചെയ്തിട്ടോ പ്രിപ്പയർഡ് ആയിട്ടോ ചെയ്യുന്ന വീഡിയോ അല്ല. വെറും എന്തൊരു കണ്ടന്റും കാര്യമൊന്നും അല്ലല്ലോ. എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാനങ്ങ് പറയുകയാണ്. ഇനിയിപ്പോൾ എന്താ പറയുക, സന്തോഷമുണ്ട്. അപ്പം നമുക്ക് അത്ര എമൗണ്ടാണ് കിട്ടിയത്. ആക്ച്വലായിട്ട് നമുക്ക് കിട്ടിയ എമൗണ്ട് അത്ര കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയോളൂ. ഒരു ടാക്സ് പിടിക്കും $1 അടുത്ത്. പിന്നെ നമുക്ക് 84 രൂപ സംതിങ് ആണ് $1 കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം അത്രയൊക്കെയാണ്. പിന്നെ ഇതാ ഈ മാസം നമുക്ക് ഡോളർ മെല്ലെ എത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ആഡ്സൻസിലോട്ട് കയറിയിട്ടില്ല, അങ്ങനെ വരുന്നോണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പുതിയതായി ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരിക്കലും മുന്നോട്ട് പോകരുത്. ചാനലൊക്കെ തുടങ്ങുക. അതുപോലെ തന്നെ ഇപ്പോൾ ചാനലുണ്ട് പക്ഷേ ഗ്രോ ആവുന്നില്ല എന്ന് വിചാരിച്ച് ഡൗൺ ആയി നിൽക്കുന്നവരും എന്താ പറയുക, ചാനൽ നിർത്തി പോകരുത് കേട്ടോ. നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. ഒരു ദിവസം നമുക്ക് യൂട്യൂബ് എന്താ പറയുക, ഒരു വരുമാനം കിട്ടും. യൂട്യൂബ് കനിയും, ഒരു ദിവസം കനിയും. അപ്പോൾ എല്ലാവരും മുന്നോട്ട് തന്നെ പോവുക, ആരും നിർത്തി പോകരുത്. അത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ. ഞാൻ അങ്ങനെ നിർത്തി പോകുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ചാനലൊക്കെ ഉഷാറാക്കി മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.